ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. നമുക്കപ്പോൾ ചക്ക ഇടാം എന്ന് വിചാരിച്ചു. ചക്കയും ചിക്കനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാം എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ സമയം ഏകദേശം 3 മണി 4 മണിയൊക്കെ ആയായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കണമല്ലോ. ചക്ക അങ്ങനെ അരുവ കെട്ടി ചക്ക ഇട്ടു. ഒരുവിധം മുഴുത്ത ചക്ക തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചക്ക എന്തായാലും നമുക്ക് എടുത്തുകൊണ്ടുവന്ന് വെട്ടി റെഡിയാക്കി എടുക്കണം. ചക്ക ഇപ്പം എന്തായാലും ചക്ക നമ്മൾ കൊണ്ടുവന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം വലിപ്പമുള്ള ചക്ക ആയതുകൊണ്ട് നന്നായിട്ട് ചുള എന്തായാലും ചക്കയിലുണ്ടായിരുന്നു. അങ്ങനെ ചക്കയില മുളിഞ്ഞാലെല്ലാം കളഞ്ഞ് നമുക്കിനി ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ചക്ക ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും കൂടി ഒരുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ മുറിച്ച് ചെറിയ ഒരു പാതിയും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ പീസുകളാക്കണം. അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിച്ച് ഇനി കത്തി കൊണ്ട് വേണം നമുക്ക് അതിൻ്റെ കുഞ്ഞെല്ലാം കളയാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അരുവാളും കൊണ്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അങ്ങനെ അരുവ വെച്ചിട്ട് വെട്ടി നമ്മൾ കത്തി കൊണ്ടാണ് അതിൻ്റെ കുഞ്ഞെല്ലാം കളയുന്നത്. അങ്ങനെ ഓരോരോ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോന്ന് ഇരിഞ്ഞെടുത്തിട്ട് അതിലെ ചക്കക്കുരും ചവണിയും എല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കിയിട്ട് അത് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കാൻ തന്നെ നല്ല സമയമുള്ളൊരു പണിയാണ്. 1-2 ആൾക്കാർ കൂടിയാലാണ് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും അങ്ങനെ എല്ലാവരും കൂടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളുണ്ട്, അമ്മ, അങ്ങനെ എല്ലാവരും കൂടി അരിഞ്ഞെടുക്കാൻ വേണ്ടി അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കക്കുരു എല്ലാം കളഞ്ഞ് ചവണിയും കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് റെഡിയാക്കി ഏകദേശം 7 മണി 8 മണിയൊക്കെ ആയപ്പോഴേക്കും റെഡിയാക്കി. ചക്കയും ചിക്കനും റെഡിയായിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയും ചിക്കനും ആയിരുന്നു. അങ്ങനെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു.